ഇത് വലിയ സർപ്രൈസ് ആയി പോയല്ലോ. നീലൻ തന്റെ പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് ഓട്ടോക്കാരന് കൊടുത്ത് വല്യമ്മയെ നോക്കി ചോദിച്ചു. പറയാതെ വരുന്നല്ലേ കാർത്തിക് ചേട്ട ഒരു ത്രില്ല്. നിങ്ങളകത്തേക്ക് വാ. നീ അപ്പു നോക്കിയത് ആ പെൺകുട്ടിയുടെ മുഖത്തേക്കാണ്. ഇത് രമ്യയുടെ ഭർത്താവിന്റെ നീതിയാണ്, ആർദ്ര. നിങ്ങൾ നാളെയല്ലേ പോവുള്ളോ? ഞാൻ എന്തായാലും ടൗൺ വരെ പോയിട്ട് വരാം. നാളെയോ? ഞങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ അല്ലേ ആൻറ്റി? ആർദ്ര ഭാനുമ്മയെ നോക്കി പറഞ്ഞു. അവരൊന്ന് ചിരിച്ചു. എന്നാ ഞാൻ പോയി വരാം. അപ്പുവിനെ നോക്കി നീലം പുറത്തേക്ക് പോയി. കുട്ടി കുളിക്കാതെയാണ് അടുക്കളയിൽ കയറിയണേ? പിന്നാലെ വന്ന് ആർദ്ര ചോദിച്ചു. നീലൻ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല. പിന്നെ എൻ്റെ പേര് അപൂർണ എന്നാട്ടാ, അങ്ങനെ വിളിച്ചാൽ മതി. ഇയാളെ കണ്ടിട്ട് ഇപ്പം എനിക്ക് വന്ന പോലെ ഉണ്ടല്ലോ. കാർത്തിയേട്ടൻ രാവിലെ ഒരു ചായ പോലും കുടിക്കാതെയാണ് അപ്പൊ പോവാറില്ലേ? ഏയ് അല്ല, നീലൻ രാവിലെ ചായ കുടിച്ചിട്ട് പോവാറില്ലേ? അപ്പൊ കാർത്തിയേട്ടനാണ് അടുക്കളയിൽ കയറണേ? അതെ, അതിനിപ്പോ എന്താ? ചേച്ചി ചായ കുടിക്കേ.